ഹായ് ഫ്രണ്ട്സ്, കോമേഴ്സ് ഗഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം അതെന്താണെന്നും അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഡിസ്പോസൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഒന്നിലധികം ആളുകൾക്ക് അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ജീവനക്കാർക്ക് നൽകുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട അധികാരങ്ങൾ എല്ലാ അതോറിറ്റിയല്ല, കുറച്ച് കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ടോപ്പ് ലെവൽ വെച്ചിട്ട് ബാക്കിയുള്ള അധികാരങ്ങളൊക്കെ താഴെ തട്ടിലേക്ക് കൈമാറുക. അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടേതായ ടാലൻറ്റ്, എബിലിറ്റി ഇവയൊക്കെ ഉണ്ട്, അതിന് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡീസെൻട്രലൈസേഷൻ നടപ്പിലാക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ തീരുമാനങ്ങളും താഴെ തട്ടിലേക്ക് കൈമാറുന്നതിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ അതോറിറ്റികൾ മാത്രമാണ് താഴെ തട്ടിലേക്ക് കൈമാറുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡെവലപ്പ് ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ്, ജീവനക്കാരുടെ ഇടയിൽ മുൻകൈ എടുക്കാനുള്ള ശേഷി വളർത്തുന്നു. ഡീസെൻട്രലൈസേഷനിൽ അവിടെ അധികാരം താഴെ തട്ടിലുള്ള എംപ്ലോയീസിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുവഴി അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ നടപ്പിൽ വരുത്താനും ഒക്കെയുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസോ ചാലഞ്ചസോ ഒക്കെ വരികയാണെങ്കിൽ അതിനെ കൃത്യമായി നേരിടാനും തീരുമാനങ്ങൾ എടുക്കാനും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താനും ഒക്കെയുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡീസെൻട്രലൈസേഷന് സബോർഡിനേറ്റ്സിക്ക് ഉദ്യോഗസ്ഥരുടെ സെൽഫ് റിലയൻസ്, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയും അതുപോലെ തന്നെ കോൺഫിഡൻസ്, ആത്മവിശ്വാസവുമൊക്കെ വളർത്താൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, ഡെവലപ്പ് മാനേജറിയൽ ടാലൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ, കഴിവുള്ള മാനേജർമാരെ വാർത്തെടുക്കാൻ സഹായിക്കുന്നു. ഡീസെൻട്രലൈസേഷനിൽ ലോവർ ലെവൽ, താഴെ തട്ടിലുള്ള മാനേജേഴ്സിന് അധികാരം കൈമാറുകയാണ് ചെയ്യുന്നത്. അതുവഴി അവർക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കും. അത് അവർക്ക് ഡിസിഷൻ മേക്ക്, തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ലീഡർഷിപ്പിലൊക്കെയുള്ള കഴിവും പ്രാവീണ്യമൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഡീസെൻട്രലൈസേഷനിലൂടെ സ്ഥാപനത്തിന് വേണ്ടി അനുഭവ സമ്പത്തുള്ളത് അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരു കൂട്ടം മാനേജർമാരെ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, വേഗത്തിലുള്ള തീരുമാനങ്ങൾ. ഡീസെൻട്രലൈസേഷനിൽ അധികാരം താഴോട്ട് ലോവർ ലെവലിലേക്ക് കൈമാറുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരായിരിക്കും നിയറസ്റ്റ് പോയിന്റ് ഓഫ് ആക്ഷൻ, പ്രവർത്തനവുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ അവരായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ അവർക്ക് പ്രായോഗികമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസേൺ, അവരുടെ അനുവാദമില്ലാതെ അവർക്ക് തീരുമാനങ്ങളൊക്കെ കാലതാമസം നേരിടാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനും അവർക്ക് കഴിയും. നെക്സ്റ്റ്, റിലീഫ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്, ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഭാരം അല്ലെങ്കിൽ വർക്ക് ലോഡ് കുറയും. അതായത് ഡീസെൻട്രലൈസേഷനിൽ അധികാരം താഴെ തട്ടിലേക്ക് കൈമാറുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിഭാരം കുറയുകയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട പോളിസികളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും അവർക്ക് കഴിയും. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത്, സ്ഥാപനത്തിൻ്റെ വളർച്ച സാധ്യമാകുന്നു. അതായത് ഡീസെൻട്രലൈസേഷനിലൂടെ എല്ലാവർക്കും വർക്ക് ഷെയർ ചെയ്തിട്ടാണ് അവർ എല്ലാവരുടെയും കഠിനാധ്വാനത്തിൻ്റെ പ്രവർത്തനമായിട്ടാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതുവഴി ഇവിടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളിലൂടെ മാനേജ്മെൻറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ ലാഭം വർദ്ധിക്കാനൊക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുന്നു. നെക്സ്റ്റ് ഒന്നാണ് ബെറ്റർ കൺട്രോൾ. അതിൽ പറയുന്നത് ഡീസെൻട്രലൈസേഷൻ്റെ ഓരോ ലെവൽസ്, മാനേജ്മെൻറ്റിൻ്റെ ഓരോ തലങ്ങളുടെയും പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും അവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഉത്തരവാദിത്തമൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജേഴ്സിന് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ അവർക്ക് കണക്ക് പറയേണ്ട ബാധ്യതയുണ്ട്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പറയണം. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുടെ പ്രവർത്തനം മാക്സിമം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. പിന്നെ പറയുന്നത് ബാലൻസ് സ്കോർ കാർഡും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ട് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനിപ്പോൾ കഴിയും. അതുവഴി സ്ഥാപനത്തിലെ കൺട്രോളിംഗ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കാനും കഴിയും. ഈ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, നേച്ചർ, സ്വഭാവം. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൽസറി, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജർക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അധികാരം കൈമാറേണ്ടതായിട്ട് വരും. ഈ ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ ഓപ്ഷണൽ, അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് അധികാരം കൈമാറണോ അല്ലെങ്കിൽ കൈമാറേണ്ടതെന്നൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത്.
നെക്സ്റ്റ് ഫ്രീഡം ഓഫ് ആക്ഷൻ, പ്രവർത്തന സ്വാതന്ത്ര്യം. ഡെലിഗേഷനിലാണെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം കുറവായിരിക്കും സബോർഡിനേറ്റ്സിന്. പക്ഷെ ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ അവിടെ കൂടുതൽ ഫ്രീഡം സബോർഡിനേറ്റ്സിന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാറ്റസ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രക്രിയ, അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഡെലിഗേഷൻ അധികാരം കൈമാറുന്നത്. എന്നാൽ ഡീസെൻട്രലൈസേഷൻ ടോപ്പ് മാനേജ്മെൻറ്റ് അവിടെ അധികാരം വിഭജനം അല്ലെങ്കിൽ കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡീസെൻട്രലൈസേഷൻ നടത്തുന്നത്. നെക്സ്റ്റ് സ്കോപ്പ്. ഡെലിഗേഷൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നാരോ, പരിമിതമായിരിക്കും. അതായത് അവിടെ ഒരു മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും മാത്രമാണ് അവിടെ ഉള്ളത്. ഡീസെൻട്രലൈസേഷന് വൈഡ് സ്കോപ്പ്. ഡീസെൻട്രലൈസേഷൻ എന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ ലെവൽസിലും അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തി എന്നുള്ളത് വളരെ വലുതായിരിക്കും. നെക്സ്റ്റ് പർപ്പസ്, ലക്ഷ്യം. ഡെലിഗേഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് അവിടെ ഉദ്യോഗസ്ഥരുടെ ഭാരം കുറക്കുക എന്നായിരിക്കും. എന്നാൽ ഡീസെൻട്രലൈസേഷൻ അവിടെ സബോർഡിനേറ്റ്സ് ഉദ്യോഗസ്ഥരുടെ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകി അവരുടെ സ്ഥാനം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡീസെൻട്രലൈസേഷൻ ഫോളോ ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.